കഴിഞ്ഞ ദിവസം ആദില നൂറിനെ ഒരു പരതാമസത്തിന് വിളിച്ചിട്ട് അവർ വിളിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. LGBT കമ്മ്യൂണിറ്റിനോട് ഇപ്പോഴും ഈ സൊസൈറ്റി കാണിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, വിമത. അപ്പോൾ അതിനോടൊക്കെ ഇപ്പോഴും ഈ ആളുകൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നെവിൻ എന്നുള്ളൊരു ക്രിയേറ്ററിനും അല്ലെങ്കിൽ LGBT സപ്പോർട്ട് ചെയ്യുന്ന ആളോ എന്നുള്ള രീതിയിൽ നെവിൻ എന്താണ് അതിനോട് സംസാരിക്കാനുള്ളത്? അത് ഞാൻ പറയാം. പറയേണ്ട കാര്യമില്ലേ? അതെ, പറയേണ്ട കാര്യം. ഞാൻ അതിലേക്ക് സംസാരിച്ചിട്ടുള്ളത് ബിക്കോസ് അത് എന്താണ് നടന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ലല്ലോ. അപ്പം നമുക്ക് അറിയാൻ പാടില്ലാത്ത കാര്യത്തിൽ കയറിയിട്ട് എനിക്ക് അഭിപ്രായം പറയാനായിട്ട് താല്പര്യമില്ല. സോ ഞാൻ എന്താണെങ്കിലും നൂറയുടെ ബർത്ത്ഡേക്ക് പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് അവരെ ഇഷ്ടമാണ്. പിന്നെന്താ പറയുക, ഞാൻ ഒന്നിനും എതിരല്ല. ഓക്കെ, അവരവരുടെ ഓരോരുത്തരുടെ ലൈഫ് സ്റ്റൈൽ, ഓരോരുത്തരുടെ ലൈഫ് അവർ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നു. അതിനകത്ത് പല രീതിയിൽ ഇപ്പം കാണുന്നവർക്ക് പല രീതിയിൽ തോന്നിയേക്കാം, മനസ്സിലായില്ലേ? അപ്പം യെസ്, അവരുടെ പ്രോബ്ലംസ് അവർ തന്നെ സോൾവ് ചെയ്യാനായിട്ടുള്ള പൊട്ടൻഷ്യൽ അവർക്കുണ്ട് അല്ലേ? അതുകൊണ്ടാണല്ലോ ആദില നൂറ എന്ന് പറയുന്ന കണ്ടസ്റ്റൻസ് ബിഗ് ബോസിലേക്ക് വന്നത്. സോ ദേ ആർ വെരി പൊട്ടൻഷ്യൽ. അവർക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് നന്നായിട്ട് അറിയാം. അതിനകത്തേക്ക് ബാക്കിയുള്ളവർ കയറിയിട്ട് ഇടപെട്ടിട്ട് അതൊന്നും കൂടിയിട്ട് വഷളാക്കാതിരുന്നാൽ മതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ യാ, ദേ ക്യാൻ സോൾവ് ദെയർ പ്രോബ്ലംസ് ദെയർ ഓൺ. ഈ മിലൻ ഡിസൈനിൽ ഇപ്പോൾ എത്ര അങ്ങനെയുള്ള അല്ല, മിലൻ ഡിസൈനിൽ ആദ്യം മുതലുള്ളൊരു കോസ്റ്റ്യൂം ഡിസൈനർ. ഞാൻ ആദ്യം മുതലേ ഹൗസ് കൊറിയോഗ്രാഫർ ആയിരുന്നു. എല്ലാ കൊറിയോഗ്രാഫീസും എല്ലാം ഞാൻ തന്നെയാണ്. എനിക്ക് ഓപ്പർച്യൂണിറ്റി ആണ് അവർ തന്നുകൊണ്ടിരുന്നത്. ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ, മനസ്സിലായില്ലേ? ഞാൻ ഒന്നുമില്ലാത്ത ആ ഒരു സമയത്ത് ഞാൻ അങ്ങോട്ടേക്കൊന്ന് സംസാരിക്കായിരുന്നു. എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് തന്നത്. ഓക്കെ, ഇപ്പം പല പല സ്ഥലങ്ങളിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വർക്ക് എക്സ്പീരിയൻസ്, ആ കാര്യങ്ങളൊക്കെ അതൊന്നും നോക്കാതെ തന്നെ മിലൻ ഡിസൈൻസ് ദേ ഗിവ് മീ ആൻ ഓപ്പർച്യൂണിറ്റി. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഫാഷൻ കരിയറിലേക്ക് ഞാൻ വരുന്നത്. അപ്പം അതുകൊണ്ട് ആ ഒരു സ്നേഹം, ആ ഒരു അറ്റാച്ച്മെന്റ് എനിക്ക് മിലൻ ഡിസൈൻസിനോടുണ്ട്. ഈ ഫാഷൻ കൊറിയോഗ്രാഫി ചെയ്യാനുള്ളൊരു താല്പര്യം ഉണ്ടായ എങ്ങനെയായിരുന്നു ജീവിതത്തിൽ ആദ്യമായിട്ട് നെവിന്? ജീവിതത്തിൽ ആദ്യമായിട്ട് തോന്നലുണ്ടാവുമല്ലോ നമുക്ക്, നമ്മളിത് ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു ക്രിയേറ്റർ ആവണം അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു ഫാഷൻ കൊറിയോഗ്രാഫർ ആവണം എന്നുള്ളൊരു ചിന്ത എന്ന് പോലെ ഉണ്ടായത്? അല്ല, ഇപ്പം ഈ ചോദ്യം ചോദിക്കാനായിട്ട് ആ തോന്നൽ എപ്പോഴാണ് ഉണ്ടായത്? നെവിന് അങ്ങനൊന്നും തോന്നിയില്ല, പെട്ടെന്ന് അങ്ങോട്ട് ചോദിച്ചതല്ലേ? അല്ല, നെവിന്റെ ഒരു ആക്ടിവിറ്റി ഒക്കെ കാണുമ്പോൾ നമുക്ക് ഒരു ഇതുണ്ടാവുമല്ലോ, ഇത് നല്ല പാഷനേറ്റീവായിട്ട്. സത്യം പറയട്ടെ, ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ പറയട്ടെ, എനിക്കറിയില്ല അത് എപ്പോഴാണ് തുടങ്ങിയത്. എനിക്ക് അറിയാൻ പാടില്ല. തോന്നി ചെയ്തു. നമുക്ക് എന്ത് തോന്നുന്നു അത് അങ്ങോട്ടേക്ക് ചെയ്യാം. ഇപ്പൊ ചോദ്യം ചോദിക്കുന്നത് തോന്നിയിട്ടല്ലല്ലോ, പെട്ടെന്ന്. അല്ല, ഞാൻ അതെ. ഈ അഭിഷേകിന്റെ എപ്പോഴും ചെസ്റ്റ് പീസ് തന്നെയാണോ? മറ്റേ മന്തിയുടെ ചെസ്റ്റ് പീസാണ് എടുക്കണേന്ന് പറയാറുണ്ട് അഭിഷേക്. ഇപ്പോഴും തന്നെയാണോ പ്രിയം? അതിന് പ്രത്യേകിച്ച് എന്ത് വ്യത്യാസം വരാനായിട്ടുള്ളത്? ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചില്ല ജീവിതത്തിലോ? ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചു. ഇതൊക്കെ തന്നെ മാറ്റം. നെവിൻ ആഗ്രഹിക്കുന്നതിലും അപ്പുറത്തേക്കുള്ളൊരു ട്രാവൽ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്. അല്ല, പുതിയ എന്തെങ്കിലും പ്രൊജക്റ്റോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ ഇപ്പൊ നിലവിൽ? എന്തൊക്കെയാ ഉണ്ടായിരുന്നു? എനിക്ക് മൂവീസിൽ കുറച്ച് ഓഫേഴ്സ് വന്നിട്ടുണ്ട്. വില്ലൻ റോളാണോ നമ്മളെന്ന് പറഞ്ഞ പോലെ? വില്ലനല്ല, കോമഡി വില്ലൻസ്. അതിന്റെ കുറച്ച് ഡിസ്കഷനിലാണ്. ഒരു ഞാൻ പറഞ്ഞല്ലോ, ഭയങ്കര എന്നെ കാണാൻ പറ്റും, ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റും. ഇപ്പം നമ്മുടെ ഐഡിയ ശാസികളുടെ അത് കണ്ടിരുന്നു, അതിൻ്റെ ഒരു പ്രൊമോ ഒക്കെ കണ്ടിരുന്നു. ബാങ്ക് ബാലൻസ് കൂടിയോ? ഞാൻ വെയിറ്റ് ചെയ്യാണ്. എനിക്ക് ലാക്ഷാരെ ഇപ്പൊ എന്റെ വീട്ടിൽ കയറുന്നത്. എനിക്ക് അത്രയും ഒരു ലെവൽ എത്തിയിട്ട് ഞാൻ അറിയില്ല. നെവിനൊരു സർപ്രൈസ് പറയാന്ന് പറയായിരുന്നല്ലോ, അതൊരു ഫാൻ എന്തൊരു ഗിഫ്റ്റ് തരുന്നു പറഞ്ഞിരുന്നല്ലേ? അതെന്തായിരുന്നു? സർപ്രൈസ് തന്നെ ആയിട്ടിരിക്കട്ടെ അല്ലേ? സർപ്രൈസ് ആയിട്ട് ബിഗ് ബോസ് കഴിഞ്ഞ ആരെങ്കിലും വിളിച്ചിരുന്നോ? അത് കഴിഞ്ഞിട്ട് ഫ്രണ്ട്സ് ആരെങ്കിലും? ഫ്രണ്ട്സ് എല്ലാവരും അങ്ങോട്ടേക്ക് വിളിക്കുന്നുണ്ട്. എല്ലാവരും വിളിക്കുന്നുണ്ട്. ഇതിപ്പം എല്ലാവരും ഇങ്ങനെ സോഷ്യൽ മീഡിയ ഞാൻ വിളിക്കുന്നുണ്ട് കേട്ടോ. നെവിനെ ഏറ്റവും കൂടുതൽ എല്ലാവരും മിസ് ചെയ്യാനിപ്പോ ബിഗ് ബോസിൽ അത്ര ദിവസം നിന്നേല്? അല്ല, എത്ര ദിവസം നിങ്ങൾ നിന്നൊരു കണ്ടസ്റ്റൻസ് അല്ലേ അനുമോള്? എന്തുകൊണ്ടായിരിക്കും അനുമോള് മിസ് ചെയ്യാൻ കാരണം ഉണ്ടായത്?
ചെയ്യാൻ കാരണം എന്താ കേറിപ്പോലെ ഞങ്ങള് നല്ലൊരു ബെസ്റ്റ് പരിചയം. എനിക്ക് നല്ല അനുമോളുടെ വീട്ടിലേക്കൊന്ന് പോകണം. ഓക്കെ, അനുമോളുടെ ഫുഡാണോ കൂടുതൽ ഇഷ്ടപ്പെട്ടെ നവീന്? അനിമോളുടെ ഫുഡ് ഇഷ്ടമാണ്. അനിമോളായിട്ട് ഞാൻ വഴക്കടിക്കുന്ന എനിക്ക് ഇപ്പൊ കാണുമ്പോഴത്തേക്ക് ഞാൻ പൊട്ടിച്ചിരിക്കാറുണ്ട്. അടിപൊളിയാണ്. അല്ല ഇപ്പൊ ബിഗ് ബോസ് എപ്പിസോഡൊക്കെ കണ്ടു കഴിഞ്ഞോ? കഴിഞ്ഞു നിങ്ങളുടെ ഇന്റർവ്യൂ കണ്ടിരുന്നു. ഇല്ല, ഇപ്പൊ എന്താ പ്രശ്നം നടക്കുന്നത്? പുറത്തിറങ്ങിയതിനു ശേഷമുള്ള ഒരു നിവിന്റെ പുറത്തിറങ്ങിയിട്ട് എല്ലാവർക്കും അങ്ങനെ ഭയങ്കര എന്നെ ആക്സസ് ചെയ്യാനായിട്ട് ആർക്കും ഒരു മടിയില്ല. ഭയങ്കര ഈസിലി ആക്സസിബിൾ ആണ് ഞാൻ. അത്രേ ഉള്ളൂ. അതാണ്. പിന്നെ നിവിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടം കുട്ടികളായിരുന്നു. കുട്ടികളാണ് ഏറ്റവും കൂടുതൽ നിവിനെ. പക്ഷെ കുട്ടികൾക്ക് വോട്ടുണ്ടാവില്ല, എന്നാലും കുട്ടികൾ പറഞ്ഞ കുട്ടികൾക്ക് വോട്ടില്ല എന്നുള്ളത് കുട്ടികളുടെ എല്ലാവർക്കും ഇപ്പോൾ മൊബൈലുണ്ട്. അമ്മമാരുടെ ഈ ഹോട്ട്സ്റ്റാറൊക്കെ എടുത്തിട്ട് കുട്ടികളെ എനിക്ക് വോട്ട് ചെയ്യുന്നത്. ചാറ്റ് ചെയ്യാൻ മാത്രമേ അവർക്ക് അറിയാൻ പാടില്ല. പിന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ പെൺകുട്ടികൾ ഇതിന് ശേഷം മെസ്സേജ് അയക്കുമോ അങ്ങനെയൊക്കെ ഉണ്ടോ? ഓക്കെ, പറ എന്താ? പെൺകുട്ടികളെ ക്രഷ് തോന്നിട്ടൊക്കെ അവരേ ഉള്ളൂ. എനിക്ക് ക്രഷ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ട്. അവരായിട്ടൊരു ഫാൻ മീറ്റപ്പ് ഒക്കെ വയ്ക്കണം. പെൺകുട്ടികൾ മാത്രം? അതെ, ഇന്ന് എനിക്കൊരു അല്ല, ഇതെല്ലാം നീവിനൊറ്റയ്ക്ക് നോക്കാൻ പറ്റുന്നുണ്ട് ഈ മെസ്സേജ് ഒക്കെ? നോക്കണോ? ഞാനൊരാളെ നോക്കുന്നുണ്ട്. ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വാ. ഞാൻ ഫിനാൻസ് ഓക്കെ. ഇനിയിപ്പോ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും നോക്കാനായിട്ടുണ്ടോ? മറ്റേ കോസ്റ്റ്യൂം നോക്കിക്കോളൂ. ഓക്കെ, അല്ല, ഞാൻ കാര്യമായിട്ട് പറഞ്ഞു, അങ്ങനെ പ്രപ്പോസൽ എന്തെങ്കിലും വന്നിട്ടുണ്ടോ അങ്ങനെ ഇത് കഴിഞ്ഞതിന് ശേഷം? സ്വാഭാവികം വരുമല്ലോ. യെസ്, വന്നിട്ടുണ്ട്. കഴിഞ്ഞില്ലേ? പിന്നെ ഈ PR വർക്കിൽ ഇപ്പോഴും വിശ്വാസമുണ്ടോ? PR വർക്കിൽ നമുക്ക് കപ്പിട്ടില്ല എന്നുള്ളത് ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെ ആനയുടെ എഴുന്നള്ളിപ്പും കഴിഞ്ഞു. ആനപ്പാപ്പൻ വീട്ടിലിരുന്ന് ചോറ് കഴിച്ചു. എന്നിട്ട് നിങ്ങൾക്ക് എപ്പോഴും സംസാരിക്കണം. ഓക്കെ, ഞാൻ എന്റെ കാര്യമാണ് പറയുന്നത്. അത് അവിടെ മറ്റേ ഉത്സവം കഴിഞ്ഞു. ആനപ്പാപ്പൻ അവിടെ വീട്ടിലുണ്ട്. എന്നിട്ടും ആനവാലിൽ തന്നെയാണല്ലോ പിടിച്ചു തൂങ്ങിക്കിട. ആന പിണ്ടിട്ട് പോയി. ഞാൻ പറയേണ്ട ഉദ്ദേശിച്ചത്, പക്ഷെ ഞാനെന്തുകൊണ്ട് സ്റ്റാർട്ടഡ് ആക്കിയതാ. അപ്പൊ ഓക്കെ, സന്തോഷം. ശൈത്യ വിളിച്ചിരുന്നു, പക്ഷെ എനിക്ക് കോൾ എടുക്കാൻ പറ്റിയില്ല. അല്ലല്ല, ശരിക്കും നീ ഇങ്ങനെ തന്നെയാണല്ലേ? അല്ലേ, അപ്പൊ നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നെ? ഇല്ല, ഞാൻ ഇങ്ങനെ തന്നെയാണോ? നിങ്ങൾക്ക് എന്നെ എത്ര ആൾക്ക് മുന്നേ അറിയാം? പിന്നെ അറിയാം. ഓക്കെ, തീർച്ചയായിട്ടും പറയാം. പോരെ, ഞാൻ ഇന്ന് തന്നെ വിളിക്കാൻ പോയിട്ട് ശൈത്യ ഇസ് മൈ എന്താ പറയാ, എന്നെ ഒരുപാട് എനിക്ക് ബിഗ് ബോസിൽ വന്നപ്പോഴത്തേക്കും ഗിഫ്റ്റ് ഒക്കെ ആദ്യം കൊണ്ടുവന്നത് ശൈത്യമാണ്. നല്ലൊരു പേഴ്സണാലിറ്റിയാ. പിന്നെ ഓരോരുത്തർക്കും ഓരോ അതൊക്കെ ഞാൻ അറിഞ്ഞു. ഞാൻ പോയിക്കോട്ടെ, നിങ്ങളെ കൊണ്ട് ഞാൻ തോറ്റേക്കോട്ടെ. ഞാൻ പോയിക്കോട്ടെ. ക്ലാസ് ഇവരെ കൊണ്ട് ഞാൻ താങ്ക് യു. ആളാണല്ലേ നെവിൻ? ഓക്കെ,